പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ എഫത്ത കുടുംബത്തിൻ്റെ പ്രാർത്ഥന 144 ദിവസം ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പൂർവിക ശാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് അനുഗ്രഹം നേടിയെടുത്ത ഒത്തിരി സാക്ഷ്യം കേട്ടതിന് ശേഷം പ്രിപ്പറേഷൻ ചെയ്ത ഒരു പ്രയറാണ്. പൂർവികമായ ശാപത്തിൽ നിന്നും എങ്ങനെ മോചനം ലഭിക്കും എന്ന സങ്കടത്തിൽ കഴിയുന്ന അനേകം മക്കളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായ ഈ ഒരു പ്രാർത്ഥന ഏറെ സ്നേഹത്തോടെ നമ്മുടെ കുടുംബജീവിതത്തെ, സമൂഹത്തേക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ നിയോഗങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വിശ്വാസത്തോടുകൂടി നമുക്കൊന്നിച്ച് ഈ പ്രാർത്ഥന കേൾക്കാം. ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ഒരു ഏലിയാമ്മ എന്ന സഹോദരി വണ്ണപ്പുറത്തു നിന്നും നമ്മുടെ ഫോണിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചതിന് ശേഷം ആ സഹോദരിയുടെ ജീവിതത്തിൽ പൂർവികമായ പലതരത്തിലെ അസ്വസ്ഥതകൾ, വിവാഹ തടസ്സം, ഭൂമി സംബന്ധമായ ഒത്തിരി സ്ഥലം വിൽക്കാൻ പറ്റാത്ത മേഖലകൾ, ഒന്നും ആ ഭൂമിയിൽ ചെയ്താൽ ഒന്നിൻ്റെ ഫലം, അതിൻ്റെ ആദായം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിലെ രോഗപീഠകൾ, ഇത്തരത്തിൽ വേദനിച്ചപ്പോൾ ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർന്നു കൊടുത്തപ്പോൾ ആ സഹോദരിയിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് ഈ പ്രാർത്ഥന ഇന്നൊരു അനുഗ്രഹമായിട്ട് മാറി. ഈ പ്രാർത്ഥനയുടെ തുടക്കം ഇതാണ്: ഒത്തിരി ബന്ധനങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ സ്നേഹത്തോടുകൂടി എനിക്ക് തന്ന ഈ ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നവർക്ക് അത് പകർന്നു കൊടുക്കാൻ ഇടയായത്. ഇന്ന് ഈ ഏലിയാമ്മ ചേച്ചിയുടെ ജീവിതത്തിലെ ഒത്തിരി ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞ് പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ ആ ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു പ്രാർത്ഥന ഇന്ന് ചെയ്യാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന സങ്കടങ്ങൾ തുടച്ചു മാറ്റാൻ പറ്റും ഈശോയുടെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഇത് ഡെയിലി പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാണ് ഈ സഹോദരി, ഈ അമ്മച്ചി അനുഗ്രഹം നേടിയെടുത്തത്. എൻ്റെ ജീവിതത്തിലും വേദനകളും വിഷമതകളൊക്കെ കടന്നു വന്നപ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ഇത്ര ദിവസമൊന്നുമില്ല, എന്നും പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ എത്ര പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് അനുഗ്രഹത്തിൻ്റെ ഉറവ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സഹോദരി പ്രാർത്ഥിച്ചത് 144 ദിവസം പ്രാർത്ഥിക്കാനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്നോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ആ നിർദ്ദേശം തന്നെയാണ് അന്ന് ആ ചേച്ചിക്ക് ഞാൻ കൊടുത്തത്. ഇന്ന് നമുക്ക് സ്നേഹത്തോടെ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം, സ്നേഹമായ ദൈവം, കരുണയും അനുകമ്പയുമുള്ളവൻ. അങ്ങയുടെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങയുമായി ചെയ്ത ഉടമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിൻ്റെ ഭാരം പേറുന്ന അങ്ങയുടെ സകല ജനത്തിനു വേണ്ടി അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് അവിടുത്തെ പുത്രൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ തിരുമുറിവുകളെ, ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ മകളുടെ വിവാഹ തടസ്സം മാറി. സ്ഥല സംബന്ധമായ കുറേ കടബാധ്യതകൾ അത് വീട്ടാനായിട്ട്, ആ സ്ഥലം വിറ്റ് കടം വീട്ടാനായിട്ട് അനുഗ്രഹം ദൈവം ചെയ്തു കൊടുത്തു. കുടുംബത്തിൽ ഒത്തിരി ശാന്തി സമാധാനവും കിട്ടി. ഈ അനുഗ്രഹം നമുക്കും ഈ പ്രാർത്ഥനയോടുകൂടി സ്വന്തമാക്കാൻ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് പൂർവികർ ചെയ്ത ആ
പാപക്കറകൾ കഴുകാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാം. ആമേൻ.